നമ്മളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് 2009 ഞാനൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയം, ഇലക്ഷനിൽ നമ്മളൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് ബാബുഖാന്റെ പാട്ട്. പ്രത്യേകിച്ച് നമ്മളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, പാട്ടുകളുടെ, പ്രത്യേകിച്ച് ഇലക്ഷൻ പാട്ടുകളുടെ സ്വഭാവം തന്നെ മാറ്റിയ ഒരു പാട്ടായിരുന്നു അത്. ആ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു സവിശേഷമായ ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇലക്ഷൻ്റെ പാട്ടിൻ്റെ ഒരു അവസ്ഥയ്ക്കൊക്കെ എല്ലാവരും പ്രചാരണത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. 2008 ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നു. ശരി. അതിനുശേഷം 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന് ഒരു 8 പാട്ടിൻ്റെ ഒരു CD ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അവരൊന്നും ആവശ്യപ്പെടാതെ ഞാൻ ചെയ്തു കൊടുത്താണ്. പിന്നെ അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ആ പാട്ട് വളരെ സ്വാധീനിച്ച്. പിന്നെ 2010 വന്ന തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഇതൊരു പാട്ട്, ഇലക്ഷൻ പാട്ട് ഒരു അനിവാര്യ ഘടകമാണെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ എല്ലാവരും തിരക്കിലായി, പാട്ടുകാരും തിരക്കിലായി, സ്റ്റുഡിയോ തിരക്കിലായി. അൽഹംദുലില്ലാ നമ്മളെ കൊണ്ട് അത് ഒരു പ്രചരണത്തിലായപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം കിട്ടി. ഇനിയും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ വരെയാണ്, ആ ഒരു തിരക്കിലേക്ക് പോകണം. ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, ഇതര പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തത്തിലാണ് ബാബുഖാന്റെ പാട്ടുകൾ. നമുക്ക് ഐഡന്റിഫൈഡ് ആണ്. അത് പഴയ ശൈലിയിൽ തന്നെയാണ്, നമ്മൾ പഴയ ട്യൂണുകൾ തന്നെ, അത് തെറ്റിക്കാതെ. അതാണ് എല്ലാവർക്കും ആവശ്യം എന്നുള്ളത് മനസ്സിലായി. അത് വീണ്ടും ഇപ്പോ ഒരു പാട്ടിന് നമ്മളെ സമീപിക്കുമ്പോ പിന്നെ പുതിയത് വേണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് വേണ്ട, പഴയ ട്യൂണുകൾ തന്നെ മതി. അതാണ് ആൾക്കാർക്ക് കാതില് കേൾക്കാനുള്ളതും കേട്ടതും അതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ വേറെ സംഗതി ഉണ്ട്. നമ്മളൊക്കെ പറഞ്ഞ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പഴഞ്ചനായി പോകുന്നുള്ളൊരു, പക്ഷെ അതല്ല, ഇന്നിപ്പോ ആ പഴയ ട്യൂണുകളാണ് ഇന്ന് നമ്മുടെ സിനിമകളിലും അതുപോലെ തന്നെ പുതിയ റീൽസ് ഒക്കെ ആയിട്ട് പഴയ പാട്ടുകളെ നിങ്ങൾ അന്ന് പാടിയ ആ രൂപത്തിലേക്ക്. മദനപ്പൂവാടിയുടെ ട്യൂണിലാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന് പാടിയത്. ആ മദനപ്പൂവാടി കേട്ടിട്ട് പിന്നെ അക്ബർ ട്രാവൽസിന്റെ നാസർ ഖാന്റെ ഒരു ഫിലിം ഉണ്ടായി, ലവ് FM, അതിലേക്ക് ആ പാട്ട് ഞാൻ പാടി കൊടുത്തിട്ടുണ്ട്.